വർഷം 2026 ലോകം കണ്ണു തുറന്നത് ഒരു പുതിയ ഊർജ്ജയുദ്ധത്തിലേക്കായിരുന്നു. ഇതൊരു സാധാരണ സൈനിക ഏറ്റുമുട്ടലായിരുന്നില്ല കേട്ടോ. ആഗോളശക്തിയുടെ മുഴുവൻ സമവാക്യങ്ങളും മാറ്റിമറിച്ച ഒരു വലിയൊരു പോരാട്ടം. അപ്പോൾ നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീയതി ഓർത്തുവെച്ചോളൂ, 2026 മാർച്ച് 18. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആ ഒരു ശാന്തത, അതിനെ കീറിമറിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സൈറനുകൾ മുഴങ്ങാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം സൗത്ത് ബാർസ് അക്ഷരാർത്ഥത്തിൽ തീജ്വാലകളിൽ അമർന്നു. ആ ഒരു അപ്രതീക്ഷിതാക്രമണം പശ്ചിമേഷ്യയെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ലോകത്തെ മുഴുവനും ഞെട്ടിച്ചു കളഞ്ഞു. അതെ, കളിയുടെ നിയമങ്ങളെല്ലാം മാറുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട്, വെറും ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ഗ്യാസ് ഉൽപ്പാദനത്തിന്റെ 12% ഇല്ലാതായത്. ഒന്നാലോചിച്ചു നോക്കൂ. ഇത് അവരുടെ ആഭ്യന്തര ഊർജ്ജവിതരണ ശൃംഖലയെ ശരിക്കും തകർത്തു കളഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യാഘാതം ആഗോള വിപണിയിൽ അപ്പത്തന്നെ കണ്ടു തുടങ്ങി. എണ്ണവില ബാരലിന് $108 കുതിച്ചുയർന്നത്. അതായത് ഒരു പുതിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് അവിടെ തുടക്കം കുറിക്കായിരുന്നു. അപ്പോ എന്തായിരുന്നു ഈ വലിയ സംഘർഷത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ച ആ ഒരു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി, എന്തൊക്കെയായിരുന്നു അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ? ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല. 2025 ചെറിയ ആക്രമണങ്ങളോടെയാണ് തുടക്കം. പിന്നെ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി. അങ്ങനെ 2026 ഫെബ്രുവരി ആയപ്പോഴേക്കും ഇതൊരു പൂർണ്ണമായ ആക്രമണമായിട്ട് വളർന്നു. ഒടുവിൽ മാർച്ച് 18 സംഭവിച്ചത് ഇറാന്റെ സാമ്പത്തിക നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ വലിയ സൗത്ത് ബാർസ് ആക്രമണമായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ അത്ര നിസ്സാരമായിരുന്നില്ല, വളരെ വലുതായിരുന്നു. ഇതൊരു വെറും തിരിച്ചടിയല്ല, അല്ലേ? ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടനയെ മൊത്തത്തിൽ തകർക്കുക, പിന്നെ ആ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക, എന്നിട്ടൊരു ഭരണമാറ്റം തന്നെ കൊണ്ടുവരിക. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ശരിക്കും നിർണായകമായൊരു യുദ്ധം. പക്ഷേ ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അവർ നിശബ്ദരായിരുന്നില്ല. അവരുടെ തിരിച്ചടി വളരെ വേഗത്തിലായിരുന്നു, സമാനതകളില്ലാത്തതായിരുന്നു. ഈ ഒരൊറ്റ പ്രത്യാക്രമണം ഈ സംഘർഷത്തെ ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇറാന്റെ തിരിച്ചടി എത്രത്തോളം വ്യാപകമായിരുന്നു എന്ന് ഈ പട്ടിക നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഖത്തർ, സൗദി അറേബ്യ, UAE, ഇസ്രയേൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു. ഊർജ്ജയുദ്ധം പശ്ചിമേഷ്യയെ മുഴുവനായിട്ട് വിഴുങ്ങുകയായിരുന്നു എന്നു തന്നെ പറയാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാക്രമണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖത്തറിലെ റാസ് ലഫാൻ പ്ലാന്റിന് നേരെ നടന്നതായിരുന്നു. ഒന്നോർക്കണം, ലോക ഊർജ്ജ വിപണിയുടെ ഒരു പ്രധാന നെടുംതൂണാണ് അവിടെ തകർന്നു വീണത്. സ്വാഭാവികമായും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവിച്ചു തുടങ്ങി. ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കൂ. റാസ് ലഫാനിലെ ആക്രമണത്തിന്റെ ഭീകരത ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഖത്താറിന്റെ LNG കയറ്റുമതിയിൽ 17% കുറവ്, വാർഷിക നഷ്ടം ഏകദേശം $20 ബില്യൺ. ഇനി ഇതെല്ലാം പഴയപടിയാക്കാൻ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല, ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഒരു ആഘാതമായിരുന്നു. ആഗോള ഊർജ്ജ വിപണികൾ പെട്ടെന്നാണ് പ്രതികരിച്ചത്. യൂറോപ്പിൽ ഗ്യാസ് വില ഒറ്റയടിക്ക് 35% കൂടി. ഇസ്രയേലിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 30% ഇല്ലാതായി. ലോകം പതിയെ സ്റ്റാഗ്ഫ്ലേഷൻ എന്നൊരു അവസ്ഥയിലേക്ക്, അതായത് വിലക്കയറ്റവും സാമ്പത്തിക മാന്ദ്യവും ഒരുമിച്ചു വരുന്ന ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴുതിവീറുകയായിരുന്നു. ഇനി സൈനിക യുദ്ധം മാത്രമല്ല, അതിനപ്പുറം അതിനേക്കാൾ സൂക്ഷ്മവും ശക്തവുമായ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കപ്പെട്ടു. അതെ, അത് സാമ്പത്തിക രംഗത്തായിരുന്നു. എന്താണ് ഈ പെട്രോ ഡോളർ? സിംപിളായി പറഞ്ഞാൽ എണ്ണക്കച്ചവടം ഡോളറിൽ നടത്തുന്ന ഒരു സിസ്റ്റം. പതിറ്റാണ്ടുകളായി ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. പക്ഷേ ഇറാൻ ഈ അടിത്തറയെ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയത്. ഇതായിരുന്നു ഇറാന്റെ ഏറ്റവും അപകടകരമായ നീക്കം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയാണ് ഹോർമുസ് കടലിടുക്ക്, അല്ലേ? അവിടെ അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എന്താണെന്നല്ലേ? ചൈനീസ് യുവാനിൽ ഇടപാട് നടത്തുന്ന കപ്പലുകൾക്ക് മാത്രം സുരക്ഷിതമായി കടന്നുപോകാം. ഇത് പെട്രോ ഡോളറിന്റെ അന്ത്യം കുറിക്കാൻ ഉദ്ദേശിച്ചുള്ള വളരെ കൃത്യമായൊരു കരുനീക്കമായിരുന്നു. ഇറാന്റെ ഈയൊരു യുവാൻ പ്ലേ കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ വൻതോതിൽ യുവാൻ കരുതൽ ശേഖരം കണ്ടെത്തേണ്ട അവസ്ഥ വന്നു. ചൈനയ്ക്കാണെങ്കിൽ ഇതൊരു സുവർണ അവസരമായിരുന്നു. ഭാവിയിൽ തായ്വാനുമായൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എന്ത് സാമ്പത്തിക തന്ത്രം പ്രയോഗിക്കണമെന്നതിൻ്റെ ഒരു ലൈവ് ലബോറട്ടറിയായി അവർ ഇതിനെ മാറ്റി. ഈ യുദ്ധത്തിന് പക്ഷെ നമ്മൾ കാണാത്ത മറ്റൊരു തലം കൂടിയുണ്ടായിരുന്നു, ഒരു നിഴൽ യുദ്ധം. ഇവിടെ റഷ്യയും ചൈനയും ഇറാന് നിർണായകമായ സാങ്കേതിക സഹായം നൽകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ
ഇതൊരു സൈനിക യുദ്ധം എന്നതിലുപരി ഒരു സിഗ്നൽ യുദ്ധമായിരുന്നു. ഈ വിവരങ്ങൾ വളരെ നിർണായകമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആ ഒരു പരമ്പരാഗത സൈനിക മേൽക്കോയ്മയില്ലേ, അതിനെ നിർവീര്യമാക്കിയത് ഈ ടെക്നോളജികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ GPS-ന് പകരം ഇറാൻ മിസൈലുകളെ ലക്ഷ്യത്തിലെത്തിച്ചത് ചൈനയുടെ ബെയ്ഡു നാവിഗേഷൻ സിസ്റ്റമാണ്. ഈ ഉദ്ധരണി ശരിക്കും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെടിക്കോപ്പുകളുടെ മാത്രം ഒരു യുദ്ധമായിരുന്നില്ല, അതിലുപരി വിവരങ്ങളുടെയും ഇന്റലിജൻസിന്റെയും യുദ്ധമായിരുന്നു. റഷ്യൻ ഉപഗ്രഹങ്ങളും ചൈനീസ് റഡാറുകളും ഇറാനെ യുദ്ധക്കളത്തിൽ അക്ഷരാർത്ഥത്തിൽ കാഴ്ചയുള്ളവരാക്കി മാറ്റി. അപ്പോ ഈ ഒരു സംഘർഷം ലോകത്ത് എന്തൊക്കെ ദീർഘകാല പ്രത്യാഘാതങ്ങളാണുണ്ടാക്കിയത്? എങ്ങനെയാണ് ഒരു പുതിയ ലോകക്രമം രൂപപ്പെട്ടത്? നമുക്ക് നോക്കാം. ആദ്യത്തെ ആ ഷോക്ക് ആൻഡ് ഓ ആക്രമണത്തെ അതിജീവിക്കാൻ ഇറാനെ സഹായിച്ച ഒരു പ്രധാന ഘടകമുണ്ട്. അതാണ് മൊസൈക്ക് ഡിഫൻസ്. അതായത് ടെഹ്റാനിലെ കേന്ദ്ര നേതൃത്വം തകർന്നാലും പോരാട്ടം തുടരാൻ സാധിക്കുന്ന ഒരു വികേന്ദ്രീകൃത സൈനിക സംവിധാനം. ഇത് ശരിക്കും അവരുടെ അതിജീവനത്തിന്റെ ഒരു താക്കോലായി മാറി. അപ്പോൾ ഈ യുദ്ധം ഒരു കാര്യം വളരെ വ്യക്തമായി അടയാളപ്പെടുത്തി: ഒരൊറ്റ സൂപ്പർ പവറിന് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഒരു ഏകധ്രുവ ലോകത്തിന്റെ അവസാനം. പകരം സൈനികവും സാമ്പത്തികവുമായ അധികാരത്തിന് പുതിയ പുതിയ കേന്ദ്രങ്ങൾ ഉയർന്നുവരുന്ന ഒരു ബഹുധ്രുവ ലോകത്തിന്റെ തുടക്കമായിരുന്നു നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഈയൊരു വിശകലനം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇന്നത്തെ ഈ ആധുനിക യുദ്ധത്തിൽ ഏറ്റവും വലിയ ആയുധം ഒരു മിസൈലിന്റെ സ്ഫോടനശേഷിയാണോ, അതോ ഒരു കറൻസിയുടെ വിനിമയശേഷിയാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.